ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കമ്പനി സീരിയലിൻ്റെ ഒരു കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് വരുണിനെ കാണാനായിട്ട് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൺമണി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഓടി വന്നതിന് ശേഷം സാറ് വൈകുന്നേരം വരുണിനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞതോടുകൂടി മനസ്സിന് വല്ലാത്ത വിഷമം. എനിക്കറിയില്ല, സാറ് പോണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല കൺമണി, നീയും വായോ, നീ അവിടെ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ അവരോട് എന്താ പറയണം, നീയും കൂടി, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണിയും കൃഷ്ണൻ കൂടിയും പോകുന്നു കേട്ടോ. അങ്ങനെ വരുണും അതുപോലെ തന്നെ അനിരുദ്ധനും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം തന്നെ കൃഷാണെങ്കിലോ വരുണിനെ നല്ല പോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലെ എൻ്റെ കൺമണിയുടെ പുറകെ നടക്കരുതെന്നും അവൾ എൻ്റെ പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഏത് പോലീസുകാർ വന്നാലും എനിക്കൊരു ചുക്കുമില്ല, മാത്രമല്ല ഞങ്ങൾ താലി കെട്ടിയവരാണ്, അതിനി എന്തുകൊണ്ട് അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് നല്ല ആർക്കും തടുക്കാൻ സാധിക്കില്ല, നിങ്ങൾക്കറിയാലോ നിയമത്തിൻ്റെ വശങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി തിങ്കളാഴ്ച കല്യാണം കളവണം എന്ന് പറഞ്ഞ് അവളുടെ വീടിൻ്റെ മുന്നിലെങ്ങാനും വന്നു നിന്നാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കൃഷി അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതിനുശേഷം കൺമണിയോട് പറയുന്നുണ്ട്, എല്ലാം ശരിയായി, ഇനി കൺമണി നീ വിഷമിക്കേണ്ട, വരുൺ നിൻ്റെ പുറകെ വരില്ല, അവൻ ഇനി ഒരിക്കൽ നില ആ കല്യാണത്തിന് ഒരിക്കലും നിൻ്റെ വീട്ടിലേക്ക് തിങ്കളാഴ്ച വരില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അമ്മായിമാർ അങ്ങോട്ട് വരുന്ന അമ്മായിമാരൊക്കെ ഇത് അറിഞ്ഞ് സന്തോഷത്തോടു കൂടി വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കൃഷി അതൊക്കെ കൺമണിയെ വീട്ടിലാക്കുന്നു കേട്ടോ. അങ്ങനെ അച്ഛനെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ കൃഷി തുറന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, എനിക്കെൻ്റെ കൺമണി ഒരുപാട് ഇഷ്ടമാണ്, വരുണെ ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ കൃഷി കൺമണിയുടെ അച്ഛനോട് നേരിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും